ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വാർത്ത, പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ സുവിശേഷം മുഴങ്ങുകയാണ്. പിറവി തിരുനാളിന് ഒരുക്കമായി ഷാലോം TV-യിലൂടെ ദൈവജനത്തിലേക്ക് എത്തുന്ന ഈ ശുശ്രൂഷയുടെ ഭാഗമായി നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തെ താല്പര്യപൂർവ്വം ധ്യാനിക്കാൻ, അവൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളെ എളിമയോടെ തിരുസന്നിധിയിലിരുന്ന് ധ്യാനിക്കാൻ, അതിൻ്റെ ആഴം തിരിച്ചറിയാൻ നമ്മൾ നടത്തുന്ന ഒരു എളിയ പരിശ്രമമാണ് ഈ സദ്വാർത്ത ശുശ്രൂഷ. സദ്വാർത്ത, ദ ഗോസ്പൽ, സുവിശേഷമാണ്, നല്ല വാർത്തയാണ്, നല്ല വിശേഷമാണ് ഇത്. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ താല്പര്യത്തോടെ പങ്കെടുക്കാൻ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. ഒപ്പം ഞാൻ ആദ്യ ദിവസം പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കൂടെ കൂട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ, അവർക്ക് നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും ഒരേപോലെ ഇത് മുഴുവനും ഇരുന്ന് കേൾക്കാൻ മാത്രം സമയവും സാവകാശവും ഇനിയിപ്പോൾ ക്ഷമയും ഉണ്ടാകണമെന്നില്ല. അതുണ്ടല്ലോ, ഓരോരുത്തരുടെയും സ്പാൻ ഓഫ് അറ്റൻഷൻ വ്യത്യസ്തമാണ്. ചിലർ കുറച്ചധികം നേരം ഇങ്ങനെ ടോളറൻസോടുകൂടി സഹിഷ്ണുതയോടെ ഇരുന്ന് കേൾക്കാനുള്ള കൃപ കിട്ടിയവരാണ്. വേറെ ചിലർക്കത് പറ്റില്ല. അതിൻ്റെ അർത്ഥം ഒരു മോശക്കാരാന്നല്ല, പക്ഷെ അവർക്ക് അങ്ങനെ അടങ്ങിയിരുന്നത് കേൾക്കാനുള്ളൊരു ഒരു 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 അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ട്രെയിറ്റ് അവർക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇത് കേൾക്കുന്നവർ ഞാനൊരു കാര്യം ഏൽപ്പിക്കുകയാണ്. കേൾക്കുന്നവർ ചെയ്യേണ്ടത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് വന്നിരുന്ന് കേൾക്കെന്ന് പറഞ്ഞ് അവരോട് വഴക്കടിക്കാൻ പോകരുത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളിത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇതിനകത്തെ ആശയത്തിൻ്റെ രത്ന ചുരുക്കം, ഞാൻ വലിച്ചു നീട്ടുന്നതിനേക്കാളിലും വലിച്ചു നീട്ടരുത് നിങ്ങൾ, അപ്പോൾ അതിനേക്കാൾ വെറുപ്പിക്കലാകും. അതേസമയം അതിനെ ഒന്ന് കാച്ചി കുറുക്കിയെടുത്ത് കുറച്ച് വാക്കുകളിൽ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ, എനിക്കറിയാം, എനിക്ക് അടുപ്പമുള്ളൊരു കുടുംബമുണ്ട്. ഞാൻ കൊച്ചച്ഛനായിരുന്ന ഒരു പള്ളിയിലുള്ളതാണ്. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്കും മറ്റുള്ളവർക്കും മനസ്സിലാകുന്നതുകൊണ്ട് പറയാത്തതാണ്. അപ്പോൾ അവിടെ ഞാൻ അമ്മമാർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. ആ പള്ളിയിൽ ഞാൻ ചെയ്തിരുന്നൊരു നല്ല ശുശ്രൂഷയാണ്. ഇന്നും എനിക്കതിനെ ഒരു സന്തോഷമുണ്ട്. ഇടവകയിൽ അമ്മമാരെ ഞാൻ വിളിച്ചു കൂട്ടി ഞാൻ ക്ലാസ് എടുക്കും. ക്ലാസ് എടുക്കുമെന്ന് വെച്ചാൽ പുണ്യോപദേശങ്ങളല്ല, ശരിക്കും സഭയെക്കുറിച്ച്, പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, സഭയുടെ ഓരോ പഠിപ്പീരുകളെക്കുറിച്ച്, ബൈബിളിൻ്റെ ഘടന, അങ്ങനെ ആ രീതിയിൽ ക്ലാസ് എടുക്കുമായിരുന്നു അമ്മമാർക്ക്. അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു, ഈ അമ്മമാരൊക്കെ ക്ലാസ്സിന് വരുന്നുണ്ടല്ലോ. കുറേ പേര് ക്ലാസ്സിന് വരും. പരീക്ഷയുണ്ടവർക്ക്, ഞാൻ എക്സാമൊക്കെ ഇട്ടതാണ് അവർക്ക്, പരീക്ഷയൊക്കെ ഇട്ട് ആ പരീക്ഷ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടിയവർക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. അത് 2018 ആ കാലമാണ്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയവർക്ക് ടസർ സിൽക്കിൻ്റെ സാരിയൊക്കെയായിരുന്നു സമ്മാനം കൊടുത്തത്. സാരിയോ കുക്കറോ ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ അമ്മമാർക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ സമ്മാനം കൊടുത്തു. അപ്പോൾ ഒരു നല്ല സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് അമ്മമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ആ കൂട്ടത്തിൽ ഒരു അമ്മയുടെ വീട്ടിലെ ഹസ്ബൻഡും പിള്ളേരും എന്നോട് പറയുമായിരുന്നു, എൻ്റെ പൊന്നച്ഛ, ക്ലാസ് ഉള്ള ദിവസം ഞങ്ങൾക്ക് സമാധാനമില്ല. കാരണം ക്ലാസ് ഉള്ള ദിവസം അന്ന് വൈകുന്നേരം അത്താഴം വിളമ്പുന്ന കൂട്ടത്തിൽ അന്നത്തെ ഫുൾ ക്ലാസ് ഈ കെട്ടിയോനും പിള്ളേരും ഇരുന്ന് പഠിക്കണം. ഈ അമ്മ വീട്ടിൽ ചെന്ന് ഈ സാധനം മുഴുവൻ പഠിപ്പിക്കും. അതുകൊണ്ട് ക്ലാസ്സിലെടുത്ത മുഴുവൻ കാര്യവും ഞങ്ങൾക്ക് നല്ല തിട്ടമാണ്, നല്ല ധാരണയുണ്ടെന്ന് ഈ ഭർത്താവും മക്കളും എന്നോട് പറയുമായിരുന്നു. അതേപോലത്തെ ഒരു ശുശ്രൂഷയാണ് ഇത് കേൾക്കുന്നവരെ ഞാൻ ഏൽപ്പിക്കുന്നത്. അതായത് എല്ലാവരും കൂടി ഇതിൻ്റെ മുമ്പിൽ വന്നിരിക്കണമെന്നില്ലെന്ന്, അവരൊക്കെ ഒത്തിരി തിരക്കിനിടയ്ക്ക് കിടന്ന് ഓടുകയല്ലേ, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ അതിങ്ങനെ തലയെ വെച്ച് ഓടുന്ന ഒത്തിരി പേരുണ്ട്. അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ കുശലമൊക്കെ പറയാൻ വേണ്ടി അല്പനേരം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ സ്നേഹത്തിൽ ചാലിച്ച് ഇതും കൂടെ അങ്ങ് കലർത്തി കൊടുക്കണം. ഈ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്താ? ഇന്നലെ പറഞ്ഞത് മൗനത്തിൻ്റെ ഒരിടവേള ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുമെന്നാണ്. അപ്പോൾ വല്ലാണ്ട് പരിഭ്രാന്തരായി ഓടി നടക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് വല്ലാണ്ട് ടെൻസ്ഡ് ആകുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത്, മനുഷ്യ, ഒരല്പനേരം ഒന്ന് സമാധാനത്തോടെ ഇരുന്നാൽ കർത്താവ് സംസാരിക്കുമെന്ന് ഇന്നലെ കേട്ടായിരുന്നു. ഒന്ന് അടങ്ങിയിരുന്ന് നോക്കിക്കേ, ചിലപ്പോൾ കർത്താവ് ഒരു ഉത്തരം തരും. കർത്താവ് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം പറഞ്ഞു തരും. മതി, അത്രയും പറഞ്ഞു കൊടുത്താൽ മതി. ആ സമയത്ത് അത്രേ ആവശ്യമുള്ളൂ. അതുപോലെ അടുത്തതിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ബൈബിൾ എടുക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തകൾ. പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട, മറിയവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. ബൈബിളിൽ എടുക്കണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ ഇന്നലെ കേട്ടതുപോലെ മറിയം കുറച്ചു നേരം ഒന്ന് മൗനത്തോടെ ഇരുന്നു, ചിന്തിച്ചു, അവൾ അസ്വസ്ഥയായി എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. ആ മൗനത്തിൻ്റെ ഒടുക്കം
മറിയത്തിന് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വേണം. അത് അവളുടെ അവകാശമാണ്. അവളപ്പം മുഴുവൻ എളിമയോടും കൂടെ കർത്താവിനോട് ചോദിക്കുകയാണ്, ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്. അവൾ ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പുരുഷവർഗത്തെ തന്നെ എനിക്കറിയാൻ മേല എന്നല്ല അർത്ഥം. ബൈബിളിൽ അറിയുക എന്ന് വെച്ചാൽ സ്നേഹിക്കുക എന്നാണ്. അത് ഓർത്ത് വെച്ചേക്കണം. ബൈബിളിൽ ടു നോ ഈസ് ടു ലവ്. അവൻ അവളെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ അവളെ സ്നേഹിച്ചു. അവർ തമ്മിൽ ബന്ധമായി എന്നാണ് അർത്ഥം. ബന്ധമായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ മറിയം പറയുന്നു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഒരു പുരുഷനെയും സ്നേഹിച്ചിട്ടില്ലല്ലോ, ഒരു പുരുഷനുമായും ഞാൻ ബന്ധത്തിൽ ആയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കുഞ്ഞു പിറക്കും? അതാണ് മറിയത്തിൻ്റെ സ്വാഭാവിക സംശയം. ഇതെങ്ങനെ സംഭവിക്കും? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അതാണ് ചോദ്യം. ശരിക്കും ആ ചോദ്യം വളരെ ക്യാച്ചിങ് ആണ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അതെന്താ അറിയാമോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ചിന്തിച്ച് നോക്കുകയെ, ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചോദ്യം ഇതാണ്. ഞാൻ നിങ്ങളോട് വചനം പഠിക്കുക, ഈ കാര്യം മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോഴും എനിക്കറിയാം ഇത് കൂടുന്ന മജോറിറ്റി ആളുകളുടെ ഉള്ളിൽ, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പ്രശ്നം എന്തേ, നാളെ ഇതെങ്ങനെ? പഠിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പഠനമൊക്കെ ഒരു വസ്തുത നടക്കുമ്പോഴും ഇപ്പുറത്തെ നമ്മുടെ വലിയ ആശങ്ക എന്താ? അടുത്ത ചുവട് ഞങ്ങൾ എങ്ങനെ വെക്കും? പ്രശ്നം ഒരുപാട് മുമ്പിൽ കിടപ്പുണ്ടെന്നേ, ഇതെങ്ങനെ സംഭവിക്കും? വാട്ട്സ് നെക്സ്റ്റ്? അതാണ് നമ്മുടെയൊക്കെ ചോദ്യം. അടുത്തതെന്ത്? ഇനി എങ്ങനെ? ദേ വലിയ രോഗദുരിതങ്ങളുടെ ഭാരവും പേറിയാണ് ഈ സദ്വാർത്ത ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത്. നാളെ എങ്ങനെ? ഇത് സുഖപ്പെടുവോ കർത്താവേ? സുഖപ്പെടുവോ? സൗഖ്യത്തിൻ്റെ കരം നീ നീട്ടുവോ? കടക്കെണിയിലാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ കടഭാരങ്ങൾ വാളുകണക്കെ തലയ്ക്ക് മുകളിൽ നിപ്പുണ്ട്. അപ്പോൾ ചോദ്യം ഞങ്ങൾ ചോദിച്ചു പോകും, കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കും എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതെങ്ങനെ ഞങ്ങളൊന്ന് കൊടുത്തു വീട്ടും? ഇതെങ്ങനെയൊന്ന് കൊടുത്തു വീട്ടും? ഞങ്ങൾ ഇന്നലെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് സംസാരിക്കുകയായിരുന്നു. അതായത് ഇത്തവണ സ്റ്റാർ തൂക്കാൻ വീടില്ലാത്ത മനുഷ്യരില്ലേ? എല്ലാം കൂടെ കുത്തിയൊലിച്ചങ്ങ് പോയവരില്ലേ? ഒരു മലവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ട് വഴിയാധാരമായ മനുഷ്യരില്ലേ? അവരുടെയൊക്കെ ഉള്ളിലെ നീറ്റലും നോവുമാണ്. അടുത്തതെന്ത്? അടുത്തതെന്ത്? സമ്പാദിച്ചത്, അധ്വാനിച്ചത്, നീതിയോടെ സ്വന്തമാക്കി വെച്ചതൊക്കെ പെട്ടെന്നൊരു ഞൊടിയിടയ്ക്കുള്ളിൽ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നതിൻ്റെ ഭീകരത കൺമുമ്പിൽ കണ്ടിട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അവരൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇതെങ്ങനെ സംഭവിക്കും? വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതെന്ത്? അടുത്തതെന്ത്? ശരിക്കും ആ ചോദ്യം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ വെളുമയോടെ ചോദിക്കണം. കർത്താവേ, വലിയ ശരണബോധത്തോടെ ഞങ്ങൾ ചോദിക്കുകയാണ്, വാട്ട്സ് നെക്സ്റ്റ്? ഇനി എന്ത്? ഇനി എന്ത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നും ഇന്നും സ്വർഗത്തിൻ്റെ ഉത്തരം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അന്നും ഇന്നും സ്വർഗത്തിൻ്റെ ഉത്തരം, അതായത് അസാധ്യമെന്ന് കരുതുന്നവയുടെ മുനമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, അസാധ്യമെന്ന് കരുതുന്നവയുടെ മുനമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ സ്വർഗം പറഞ്ഞു തരുന്ന ഉത്തരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതായത് മറിയത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുകയെ, മറിയം ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് വെച്ചാൽ അവള് ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചവളാണ്. അപ്പോൾ അവൾ പറയുന്നത്, ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഇനിയൊട്ട് അറിയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ ഞാൻ അർത്ഥമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ ഞാനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കും? അവിടെയാണ് അസാധ്യമായ ഒന്ന്, ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒന്ന് ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വരാനിരിക്കുന്നവൻ ദൈവപുത്രനാണ്. അവൻ മാനുഷിക പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകേണ്ടതല്ല, ദൈവത്തിൻ്റെ അസാധ്യമായൊരു ഇടപെടലിലൂടെ ഉണ്ടാകേണ്ടതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത് വരച്ചിടുക. ആ വാക്യം പ്രധാനപ്പെട്ടതാണ്. ഇതെങ്ങനെ സംഭവിക്കും? 35-ാമത്തെ വാക്യം, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ ചോദ്യം, അപ്പോൾ ഉടനെ നമുക്ക് സ്വാഭാവികമായ ചോദ്യം വരും, കൊള്ളാം, പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, എന്നിട്ടോ ശരിക്കും നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം കടം മാറിയിട്ടില്ല, നമ്മുടെ പ്രശ്നം രോഗം മാറുന്നില്ല, നമ്മുടെ പ്രശ്നം കുഞ്ഞുങ്ങളൊന്നും രക്ഷപ്പെടുന്നില്ല, നമ്മുടെ പ്രശ്നം ഒരു വീടൊന്നും ആകുന്നില്ല, ഒരു കുഞ്ഞിക്കാല് കാണാൻ ഇതുവരെ യോഗം ഉണ്ടായിട്ടില്ല. അസാധ്യമായവ മുമ്പിൽ നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്പോണ്ടേനിയസ് റെസ്പോൺസ് അല്ലേ? എന്നിട്ട് ബാക്കി പരിശുദ്ധാത്മാവ് വന്നാൽ
അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിച്ചാൽ വാട്ട്സ് നെക്സ്റ്റ്? അതാണ് താഴെ വായിക്കേണ്ടത്. 37-ാമത്തെ വാക്യം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന കാര്യമാണ് ദൈവത്തിന് അസാധ്യം എന്നൊരു വാക്കില്ല. അതായത് പുരുഷനോട് ചേരാതെ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിന് പിറവി കൊടുക്കാൻ അത് അസാധ്യമാണ്. മാനുഷിക ബുദ്ധിയിൽ അസാധ്യമാണ്. അവിടെയാണ് ദൂതൻ പറയുന്നത് പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതൻ്റെ ശക്തി വരും. എന്നിട്ട് പറയുകയാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എവരിതിങ് ഈസ് പോസിബിൾ ഫോർ അവർ ഗോഡ്. അതാണ് ശരിക്കും ബൈബിളിലുടനീളം കാണുന്നത്. ആദിയിൽ ജലത്തിൻ്റെ മേൽ ചലിച്ച പരിശുദ്ധാത്മാവില്ലേ, ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത മനുഷ്യൻ്റെ നാസാരന്തരങ്ങളിലേക്ക് ഊതപ്പെട്ട ശ്വാസം, കാറ്റ്, ജീവൻ കൊടുത്ത മണ്ണ് എഴുന്നേറ്റ് നിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? അസാധ്യമായവയെ സാധ്യമാക്കിയ ദൈവത്തിൻ്റെ റൂഹ, ദൈവത്തിൻ്റെ കാറ്റ്, പരിശുദ്ധാത്മാവ്. എസെക്കിയേൽ 37 അസ്ഥികൾക്ക് മേൽ വീശിയ കാറ്റ്, അതിന് മാംസവും ഞരമ്പുകളും നൽകി അതിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ കാറ്റ്, റൂഹ, പരിശുദ്ധാത്മാവ്. അസാധ്യമായവയെ സാധ്യമാക്കുന്നത്. തങ്ങൾ ആരുടെ പുറകെ 3 വർഷം നടന്നോ ആ കർത്താവ് തമ്പുരാനെന്ന് അവർ വിശ്വസിച്ചവനെ അവൻ്റെ ശത്രുക്കൾ കുരിശിൽ തറച്ചു കൊന്നതിൻ്റെ വലിയ ഭയപ്പാടുള്ളിൽ പേറിയ ശിഷ്യഗണം 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് സമാധാനം ആശംസിച്ചെങ്കിലും അതിൻ്റെ 40-ാം നാൾ അവൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയപ്പോൾ വീണ്ടും ഒരു അനാഥത്വത്തിൻ്റെ ഭീതിയിൽ അകപ്പെട്ടു പോയ ശിഷ്യഗണം അവര് ഈ സിഹ്യോനൂട്ടുശാലയിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കതകും ജനലും അടച്ചിടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇനിയൊരു പുറത്തോട്ട് പോക്കില്ല. ഞങ്ങളുടെ ഭയങ്ങളുടെ കൂടാരങ്ങളിൽ, ഞങ്ങളുടെ ഭയത്തിൻ്റെ കൂടാരത്തിൽ ഞങ്ങൾ ഇവിടം കൊണ്ട് തീർന്നു പോകുമെന്ന് വിചാരിച്ച് ലോകത്തെയും ചുറ്റുമുള്ളവരെയും ഭയപ്പെട്ട് കതകും ജനലും കൊട്ടിയടച്ച് ഒറ്റയ്ക്ക് ഭയചകിതരായിരുന്ന ശിഷ്യരുടെ മേൽ അഗ്നിയായി റൂഹ വന്നിറങ്ങിയപ്പോൾ അസാധ്യമെന്ന് കരുതിയത് സാധ്യമാകുന്നു. അതുവരെ ഭീരുക്കളായിരുന്നവർ പുറത്തോട്ടിറങ്ങുന്നു. പത്രോസ് കേവല മുക്കുവൻ, നാക്കെടുത്താൽ മണ്ടത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നവൻ, കർത്താവ് തമ്പുരാൻ പിശാചേ എൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കെന്ന് പറഞ്ഞിട്ടുള്ള ഏകയാള്, കർത്താവിൻ്റെ ശകാരം ഏറ്റുവാങ്ങിയവൻ, 3 ആവർത്തി കർത്താവിനെ തള്ളിപ്പറഞ്ഞവൻ. അസാധ്യമാണ് അവനെ കൊണ്ട് ഒരു സമൂഹത്തെ നയിക്കുക എന്നത്. അസാധ്യമാണ് അവൻ്റെ വായിൽ നിന്ന് വചനം ശക്തിയോടെ വീഴുക എന്നത്. പക്ഷെ എന്തു പറ്റി? റൂഹാഗ്നിയായി പെയ്തിറങ്ങിയപ്പോൾ ഈ പത്രോസ് പുറത്തോട്ടിറങ്ങി നിന്നിട്ട് ഒരു പ്രസംഗം പറയുന്നു. 4000 പേര് ഒരൊറ്റ ദിവസം മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിക്കുന്നു. അസാധ്യമായവ സാധ്യമാകുന്നു. എപ്പോൾ? പരിശുദ്ധാത്മാവ് വന്നിറങ്ങുമ്പോൾ അസാധ്യമെന്ന് കരുതിയത് സാധ്യമാകും. അപ്പം നമുക്കൊരു ചോദ്യം വരുവേ, പിന്നെ ഞങ്ങളിലോട്ട് എന്നതായി പരിശുദ്ധാത്മാവ് വരാത്തെ? മാമോദീസ സ്വീകരിച്ചതാണ്, തൈലാഭിഷേകം സ്വീകരിച്ചതാണ്, കൂദാശ ജീവിതം ജീവിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ പല ആവർത്തി ആത്മാവാം ദൈവമേ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്താ ഈ മറിയത്തിൽ നിറഞ്ഞ, ഈ ശിഷ്യന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാത്തത്? പരിശുദ്ധാത്മാവ്, ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകാത്തത്? അതിൻ്റെ കാരണം കിടക്കുന്നത് 38-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ ചിന്തിച്ചേ, ഈ വന്ന പാറ്റേണും തലേക്കേറ്റിക്ക്. ആദ്യം മറിയത്തിൻ്റെ ചോദ്യം, ഇതെങ്ങനെ നടക്കും? ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതെങ്ങനെ സംഭവിക്കും? അവിടുന്ന് ഉത്തരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പം ഇവിടുന്ന് ചോദ്യം സ്വാഭാവികമായി ഉയരണം, എന്നിട്ടോ പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് നടക്കും? അപ്പോൾ ഉത്തരം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. റൂഹ വരുമ്പോൾ അസാധ്യമായവ സാധ്യമാകും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊരു നമുക്ക് ചോദ്യം വരും, പിന്നെന്താ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഇതൊന്നും വരാത്ത? ഈ അസാധ്യമായവ സാധ്യമാകാത്തത് എന്താണ്? അതിൻ്റെ ഉത്തരം കിടക്കുന്നത് 38-ാമത്തെ വാക്യമാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. എപ്പോൾ ദൈവിക പദ്ധതിയുടെ മുമ്പിൽ പിടിവാശികളില്ലാതെ, മസിലുപിടുത്തമില്ലാതെ, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ എളിമയോടെ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുന്നോ, നമ്മളെ തന്നെ ഇങ്ങനെ തളർത്തിയിട്ട്, അങ്ങനെ തന്നെ മനസ്സിൽ കാണണം, പേശി ബലങ്ങളെ വിട്ടുകളഞ്ഞിട്ട്
നമ്മുടെ താല്പര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് എപ്പോ നമ്മളെ തന്നെ കർത്താവിൻ്റെ തിരുമുമ്പാകെ തളർന്നു വീഴാൻ അനുവദിക്കുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് സറണ്ടറിങ് എപ്പോൾ പോസിബിൾ ആകുന്നോ ആ സമയം തൊട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. ആ സമയം തൊട്ടാണ് റൂഹ പ്രവർത്തിക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ഒരു കംപ്ലീറ്റ് സറണ്ടറിങ്ങിലേക്ക് നമുക്കും ഉയരാനുണ്ട്. ശരിക്കും റോമാ ലേഖനത്തിലൊരു വാക്യമുണ്ട്, നമുക്കൊക്കെ നല്ല പരിചയമുള്ളതാണ്. റോമ 8:14-17 എടുത്തേ, ബൈബിൾ എടുത്തേ. അത് നമുക്കറിയാം, പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് ഇത്രയും കേട്ട സ്ഥിതിക്ക് അത് വായിക്കുമ്പോഴല്ലോ കുറച്ചുകൂടെ അത് നമുക്കതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി തരും. റോമ 8:14-17 വരെ ബൈബിൾ എന്നോടൊപ്പം എടുക്കുക. ഞാൻ വായിക്കുന്ന കൂട്ടത്തിൽ എന്നോടൊപ്പം ഒരുമിച്ച് ആ ഭാഗം നിങ്ങളുടെ വീട്ടകത്തിരുന്നാണ് കൂടുന്നതെങ്കിൽ ഉറക്ക വായിക്കുക. വീട്ടകങ്ങളിൽ വചനം മുഴങ്ങട്ടെ, വീട്ടകങ്ങളിൽ വചനം മുഴങ്ങട്ടെ. റോമ 8:14-17 വരെ ഇങ്ങനെയാണത്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അതായത് അതുവരെ ദാസരായിരുന്ന നമ്മളെ ആത്മാവ് എന്താക്കി മാറ്റി? ആത്മാവ് നമ്മളെ ദൈവമക്കളാക്കി മാറ്റി. അതായത് വാട്ട് വാസ് കൺസിഡേർഡ് ഇംപോസിബിൾ is now possible through the Ruha the Kudusha, Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ അസാധ്യമായത് നമ്മളിൽ സാധ്യമാകുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഈ കേട്ടത് ഗൗരവത്തോടെ ഏറ്റെടുത്ത് ധ്യാനിക്കണം. അങ്ങനെ വരുമ്പോണ്ടല്ലോ ഇത് സംഭവിക്കുമ്പോൾ ഒടുവിൽ ദൂതൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് രസമാണ്. അതിൻ്റെ വാൽക്കഷ്ണം പോലെ എഴുതിയിട്ടിരിക്കുന്നതാണ്. ലൂക്ക 1:38 വാക്യത്തിൻ്റെ അവസാനം. ലൂക്ക 1:38 വാക്യത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മിഷൻ അക്കംപ്ലിഷ്ഡ്. വന്ന കാര്യം പൂർത്തീകരിക്കപ്പെട്ടു. ഇന്നത്തെ ആ സ്ട്രീം ഓഫ് തോട്ട് ഒന്ന് തലേ കയറ്റിക്ക്. എന്തൊക്കെയായിരുന്നു നമ്മുടെ ലൈഫിൽ നടക്കുന്നതിനെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതിനോട് നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. ആദ്യത്തെ കാര്യം, ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വാട്ട്സ് നെക്സ്റ്റ്? ഇതെങ്ങനെ സംഭവിക്കും? സ്വർഗത്തിന് അന്നും ഇന്നും ഒറ്റ ഉത്തരേ ഉള്ളൂ: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പം നമ്മൾ ചോദിക്കും, എന്നിട്ട് എന്താകും? മൂന്നാമത്തെ കാര്യം, നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ഗോഡ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല, അസാധ്യമായവയെ സാധ്യമാക്കും. പിന്നെന്താ നമ്മുടെ ജീവിതത്തിൽ അത് കാണാത്തതിൻ്റെ കാര്യം? ഒരു കംപ്ലീറ്റ് സറണ്ടറിങ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സറണ്ടറിങ് എപ്പോൾ ദൈവത്തിന് മുമ്പാകെ നമ്മൾ നടത്തുന്നോ ആ നിമിഷം തൊട്ട് കർത്താവ് ഇടപെടാൻ തുടങ്ങും. ആ നിമിഷം തൊട്ട് കർത്താവിൻ്റെ പദ്ധതി നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങും. അന്നേരം സ്വർഗം പറയും, മിഷൻ അക്കംപ്ലിഷ്ഡ്. അത് നമ്മുടെ ജീവിതത്തിലും സാധ്യമാകട്ടെ. ഈ വിചാരങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.
സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ, പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ, ഹല്ലേലൂയ, 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 മന്ത്രിയം ദൈവം, നിത്യനാഥനം വീരനം ദൈവം, ഉന്നത ദൈവം, നീതിയിൽ സൂര്യൻ, രാജാധിരാജനം മശിഹാ, അവനത്ഭുത മന്ത്രിയാം ദൈവം, നിത്യനാഥനം വീരനം ദൈവം, ഉന്നത ദൈവം, നീതിയിൽ സൂര്യൻ, രാജാധിരാജനം മശിഹാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, പരിശുദ്ധനായ കർത്താവ് തമ്പുരാനെ, നിനക്ക് ആരാധന. ഈശോ, സദ്വാർത്തയുടെ 4-ാം നാൾ ആരാധനയ്ക്കായി തിരുമുമ്പാകെ നിൽക്കുമ്പോൾ, ഈ ആരാധനയ്ക്കായി ഞങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നതിന് തന്നെ കർത്താവേ നിനക്ക് നന്ദി. ഈശോ, നീ സത്യദൈവമാണെന്നുള്ള അറിവ് നീ ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് നിന്നെ ആരാധിക്കുന്നവരുടെ ഗണത്തിൽ ഞങ്ങളും എണ്ണപ്പെട്ടു. ഈജിപ്തിൽ നിന്ന് ജനത്തെ വിട്ടു നൽകാൻ മോശ വഴി നീ ആവശ്യപ്പെട്ടപ്പോൾ നീ പറഞ്ഞ കാര്യം അതുതന്നെയാണല്ലോ. എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടുതരിക. കർത്താവേ, നിന്നെ ആരാധിക്കുന്നവരുടെ ഗണത്തിൽ ഞാൻ എണ്ണപ്പെടുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നീ സത്യദൈവമാണെന്ന്, പരിശുദ്ധനാണെന്ന്, മഹോന്നതനാണെന്നുള്ള തിരിച്ചറിവ് നീ എനിക്ക് എൻ്റെ മാതാപിതാക്കളിലൂടെ, എൻ്റെ ഗുരുക്കന്മാരിലൂടെ, പരിശുദ്ധ സഭയിലൂടെ പകർന്നു നൽകി. അജ്ഞതയുടെ ഇരുട്ടിനെ നീ മായ്ച്ചു കളയുകയും നേരിൻ്റെ പ്രകാശത്തെ എനിക്കായി സമ്മാനിക്കുകയും ചെയ്തല്ലോ. ഈശോ, നിനക്ക് നന്ദി. ദൈവജനമേ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. സത്യദൈവത്തെ കണ്ട് ആരാധിക്കാൻ കൃപ ലഭിച്ചവരാണ് നമ്മൾ. അങ്ങനെ ആരാധിക്കാൻ തക്കവിധം അറിവ് ലഭിച്ചവരാണ് നമ്മൾ. ആ അറിവാണ് നമ്മുടെ അനുഗ്രഹവും നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളിയും. അറിവ് ലഭിച്ചവർ
ഇനി അജ്ഞതയുടെ കാലത്തെന്നതുപോലെ ജീവിക്കരുത്. അറിവ് ലഭിച്ചവർ അറിവില്ലാത്തവരെ പോലെ ജീവിക്കരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ഞാൻ ഗൗരവത്തിലെടുക്കില്ല. പക്ഷെ നമ്മളോ അറിവ് ലഭിച്ച സമൂഹമാണ്. അറിവ് ലഭിച്ചവർ കർത്താവിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്, അവൻ്റെ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടിയവർ അവൻ്റെ തിരുമുമ്പാകെ അവനെ നിരന്തരം ആരാധിക്കണം. ദൈവജനമേ, വീണ്ടും നമുക്ക് മുട്ടുമേ നിൽക്കാം. ഇരുകരങ്ങളും ചെറുതായി ഉയർത്തി സത്യദൈവത്തിൻ്റെ തിരുമുമ്പാകെയാണ് നിൽക്കുന്നതെന്നുള്ള തിരിച്ചറിവിൽ ഈശോയെ ആരാധിക്കാം. ആ അറിവ് ലഭിച്ചവർ സ്വാഭാവികമായി അവരിൽ നിന്ന് ആരാധന ഉയരണമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഇരുകരങ്ങളും ഉയർത്തി എല്ലാവരുടെയും അധരങ്ങളിൽ കുറച്ചു നേരം ദൈവസ്തുതി ഉയരട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ ദൈവസ്തുതിയാൽ മുഖരിതമാകട്ടെ. നിങ്ങളുടെ നാവിൽ നിന്നും ഉയരുന്ന ദൈവസ്തുതി കൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വർക്ക് സ്പേസ്, നിങ്ങളുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന 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 ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം 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 മഹത്വം. ഈശോയെ ഈശോയെ ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ. പരിശുദ്ധൻ മഹോന്നതനായ ദൈവമേ, നിനക്ക് ആരാധന. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി, നിനക്ക് മഹത്വം. കർത്താവേ, നിന്റെ നാമത്തിന് ഞങ്ങൾ സ്തുതി കരയേറ്റി പാടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ശക്തിയോടെ ഇന്ന് ഞങ്ങൾ കേട്ടത് മറിയം ചോദിച്ച ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഞങ്ങളുടെ ജീവിതത്തോട് വല്ലാണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യമാണത്. ഇതെങ്ങനെ സംഭവിക്കും? ഒരു ചുവട് ഞങ്ങൾ മുന്നോട്ട് എങ്ങനെ എടുത്തു വയ്ക്കും? സ്വർഗത്തിൻ്റെ ഉത്തരം, പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ കൺമുമ്പിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കും. സ്വർഗത്തിൻ്റെ വാഗ്ദാനം. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് വരും. കർത്താവേ, ഞങ്ങൾക്കായി നീ വാഗ്ദാനം ചെയ്ത പാറക്കലേത്തായേ, റുഹാദ കുദിശായേ വീണ്ടും അയക്കണമേ. മാമോദീസായിൽ ഞങ്ങൾ സ്വീകരിച്ചതാണ് റുഹായെ. തൈലാഭിഷേക കൂദാശയിൽ ഞങ്ങൾ സ്ഥിരപ്പെട്ടതാണ് ഈ തീക്കട്ട, തീക്കനലാണ് പരിശുദ്ധാത്മാവ്. ആ തീക്കനൽ പിന്നീട് കാലക്രമത്തിൽ കർത്താവേ ഞങ്ങളിൽ ചാരം മൂടിപ്പോയി. ആ തീക്കനൽ ചാരം മൂടിപ്പോയി കർത്താവേ. ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിൽ, മറ്റു തിരക്കുകളിൽ, ഞങ്ങളുടെ അശ്രദ്ധയാൽ, ഞങ്ങളുടെ അലസതയാൽ, ഞങ്ങളുടെ പാപചായ്വുകളാൽ പരിശുദ്ധാത്മാവ് ചാരം മൂടിപ്പോയി. വീണ്ടും ജ്വലിപ്പിക്കണേ, വീണ്ടും ജ്വലിപ്പിക്കണേ. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കായി ഒരു പാറക്ലേത്തായെ, പാറക്ലേത്തൂസ് സഹായകനെ അയക്കും. കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു, ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ റൂഹായെ കൂടാതെ ഞങ്ങൾക്ക് കഴിയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഞങ്ങൾ കഴിയില്ല.
അതുകൊണ്ട് തന്നെയാണല്ലോ നീ ആത്മാവിനെ വിളിച്ച പേര് പാറക്ലേത്തൂസ്, ഹെൽപ്പർ, അഡ്വക്കേറ്റ്, സഹായകനെ ഞങ്ങൾക്ക് തരണേ. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. കർത്താവേ, പഠിപ്പിക്കുന്ന, നീ പറഞ്ഞവ ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ ജ്വലിപ്പിക്കണേ. കർത്താവേ, തെറ്റായ പ്രബോധനങ്ങളും അസത്യങ്ങളും ഏറെ പ്രചരിക്കപ്പെടുന്ന ഈ കാലത്ത് നിന്റെ സുവിശേഷത്തെ, നിന്റെ സഭയുടെ പ്രബോധനങ്ങളെ, ധാർമ്മിക ബോധത്തെ ശരിയായി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന റൂഹായെ ഞങ്ങളിലേക്ക് നീ നിറയ്ക്കണമേ. പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ, നീ പഠിപ്പിച്ചവ, കാലക്രമത്തിൽ ഞങ്ങൾ മറന്നുപോയവ ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭയത്തിൻ്റെ ദുരാത്മാവിനെ ഞങ്ങളിൽ നിന്ന് മാറ്റി ധൈര്യത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. ശിഷ്യഗണത്തിൻ്റെ മേൽ റൂഹ വന്നിറങ്ങിയപ്പോൾ അവർ ധൈര്യം അവലംബിച്ചതുപോലെ കർത്താവേ, ഇന്ന് നിന്റെ മക്കൾ ഒത്തിരി ഭയങ്ങളുടെ നടുക്ക് ജീവിക്കുകയാണ്. വ്യക്തി എന്ന നിലയിൽ, കുടുംബം എന്ന നിലയിൽ, സഭ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരെയും എല്ലാറ്റിനെയും ഭയക്കുന്ന ഒരു അപകടം പിടിച്ച കാലത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ധൈര്യത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണേ. ഫലങ്ങളിൽ ഞങ്ങളെ നിറയ്ക്കുന്ന സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ക്ഷമയുടെ, ദയയുടെ, നന്മയുടെ, വിശ്വസ്തതയുടെ, സൗമ്യതയുടെ, ആത്മസംയമനത്തിൻ്റെ നല്ല ഫലങ്ങൾ ഞങ്ങളിൽ പുറപ്പെടുവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണേ. ദൈവജനമേ, കരങ്ങൾ യാചനയോടെ തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നുള്ള നിന്റെ വാഗ്ദാനം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ കേടുപോക്കിയെടുക്കും, തുന്നിച്ചേർത്തെടുക്കും. അവൻ കഴുകി വെടിപ്പാക്കി നമ്മളെ നിർമ്മലരാക്കും. ആത്മാവാം ദൈവമേ വരണമേ. യാചനയോടെ കരങ്ങൾ തുറന്നു പിടിച്ച് ദൈവജനം ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന കാര്യമാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയത്തോട് ദൂതൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കർത്താവേ, ഒത്തിരി അസാധ്യതകളുടെ മുനമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ മുമ്പിലുള്ള പല കാര്യങ്ങൾ, ഞങ്ങളിന്ന് ഭയപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് അസാധ്യമാണ്.
അസാധ്യമായവയെ സാധ്യമാക്കുന്ന ഞങ്ങളുടെ കർത്താവ് തമ്പുരാനെ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വന്ധ്യയും പ്രായം കവിഞ്ഞവളുമായ എലിസബത്തിന് ജീവന്റെ സൗഭാഗ്യത്തെ സമ്മാനിച്ച അസാധ്യതകളെ സാധ്യതകളാക്കുന്ന ദൈവമേ, നിനക്ക് ആരാധന. പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത മറിയം, അവൾ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയാവുകയും ദൈവപുത്രന്റെ അമ്മയാവുകയും ചെയ്ത അസാധ്യ കാര്യത്തെ, മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമായ ഒന്നിനെ സാധ്യമാക്കിയ കർത്താവ് തമ്പുരാനെ, നിനക്ക് ആരാധന. ഒത്തിരി അസാധ്യതകളുടെ നടുക്ക് മുമ്പിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ദൈവജനമേ, ഈ നേരത്തെ ആരാധനയുടെ നിമിഷങ്ങളിൽ അസാധ്യമെന്ന് കരുതി നമ്മൾ നിരാശപ്പെട്ടു നിൽക്കുന്ന എല്ലാത്തിനെയും ഓർത്തെടുക്കുക. അസാധ്യതകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അത്തരമെല്ലാ വെല്ലുവിളികളെയും സങ്കടങ്ങളെയും നോക്കി നമ്മൾ പറയേണ്ടത്, എനിക്കൊരു അസാധ്യ ദൈവമുണ്ട്. ഐ ഹാവ് ആൻ ഇമ്പോസിബിൾ ഗോഡ്. അസാധ്യമായവയെ സാധ്യമാക്കി തരുന്നൊരു അസാധ്യ ദൈവം എനിക്കുണ്ട്. ആ ദൈവത്താലെ, ആ കർത്താവ് തമ്പുരാനാലെ അസാധ്യമായവ എൻ്റെ ജീവിതത്തിൽ സാധ്യമായി മാറുന്ന കാഴ്ച ഞാൻ കാണും. ലോകദൃഷ്ടിയിൽ അസാധ്യമെന്ന് വിലയിരുത്തി കുറിച്ചിട്ടവ സാധാരണ മനുഷ്യബുദ്ധിക്ക്, യുക്തിക്ക് നിരക്കുന്നതിനപ്പുറത്ത് ബുദ്ധിക്കതീതമായ, മനുഷ്യബുദ്ധിക്കതീതമായ രഹസ്യങ്ങൾ, അടയാളങ്ങൾ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ കാണിക്കും. ദൈവജനമേ, ആ വലിയ വിശ്വാസമുണ്ടാകട്ടെ. ദിവ്യകാരുണ്യത്തെങ്കിലേക്ക് നോക്കി ആ വിശ്വാസം ഏറ്റുപറയട്ടെ. ദൈവജനം ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഒത്തിരി അസാധ്യതകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു, എന്റെ ദൈവം എനിക്കായി വഴി തെളിക്കുമ്പോൾ അസാധ്യമായവ എന്റെ കൺമുമ്പിൽ സാധ്യമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ എന്റെ കർത്താവ് എന്റെ കൺമുമ്പിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവജനമേ, കരങ്ങൾ കൂപ്പി ഈശോയെങ്കിലേക്ക് നോക്കി ഈ വിശ്വാസം നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നീ വന്നിറങ്ങുമ്പോൾ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അസാധ്യമായവ സാധ്യമാകും. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമായ ദൈവം എന്നെ നടത്തിയിടുന്നു. ബുദ്ധിക്കതീതമായ അത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തിയിടുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നീശുവൻ കൂടെയുള്ളതായി. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നീശുവൻ കൂടെയുള്ളതായി. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തിയിടുന്നു. ബുദ്ധിക്കതീതമായ അത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തിയിടുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നീശുവൻ കൂടെയുള്ളതായി. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നീശുവൻ കൂടെയുള്ളതായി. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ
അവൻ്റെ ആശീർവാദം കൈപ്പറ്റാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഇന്ന് ഈ ആരാധനയുടെ സമാപനത്തിൽ ഈ ആശീർവാദ നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഇന്ന് പരിശുദ്ധ കുർബാന കരങ്ങളിലെടുത്ത് അരുളിക്കായിലെടുത്ത് പുരോഹിതൻ ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ ആ സ്ലീവായുടെ മുദ്ര, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകവും ആ സ്ലീവായുടെ മുദ്രയും അസാധ്യമെന്ന് കരുതി ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളിലേക്കും മേഖലകളിലേക്കും നീ പതിക്കണേ. നിന്റെ കുരിശിൻ്റെ അടയാളം ആ ഇടങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ആ ഇടങ്ങളിൽ അസാധ്യമായ ഒന്ന് ആരംഭിച്ച് തുടങ്ങട്ടെ. നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി, കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി, കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിധി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,